സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Welcome to my channel. So today we are going to start a very simple and an interesting lesson, that is organic chemistry, the basic principle. ഈ ഒരു ലെസൺ ഞാൻ സിമ്പിളാന്ന് പറഞ്ഞാലും കുറേ പേര് ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ അയ്യോ വലിയ ലെസനാണ്, കുറേ പഠിക്കാനുണ്ട്, അത് കുറേ ടോപ്പിക്സ് മനസ്സിലാവുന്നില്ല, ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ ലെസൺ. പക്ഷേ അത് മനസ്സിലാക്കി പഠിച്ചാൽ ഇത്ര എളുപ്പമായിട്ടുള്ളൊരു ലെസനും നിങ്ങൾക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കെമിസ്ട്രി പറ്റുന്നൊരു ഏരിയയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി. ഈ ഒരു ലെസണിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് 12th you need these principles or all the topics which we are telling here. It's very important when you go in grade 12. grade 12 നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നത് ഇതിലെ പോയിന്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ വളരെ കുറേ ക്വസ്റ്റ്യൻസും മാർക്കും സ്കോർ ചെയ്യുന്നതാണ്. നമുക്കറിയാം ഓർഗാനിക് നെയിം റിയാക്ഷൻസ് അതൊക്കെ +2ലുള്ള, അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസനാണ്. വെരി സിമ്പിൾ എപ്പോഴും സിമ്പിൾ തന്നെ. വെറുതെ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒരിക്കലും അതൊരു സിമ്പിളായി ഫീൽ ചെയ്യില്ല. യു ഹാവ് ടു ലേൺ എലോങ് വിത്ത് മീ. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയി, എൻ്റെ കൂടെ തന്നെ നോട്ട്സ് ചെയ്തു, എന്നിട്ട് ടെക്സ്റ്റൂടെ വായിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വെരി ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, വാട്ട് ഇറ്റ് ഈസ് ദെയർ, എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടോ പറയുന്നത്. കാരണം ഇതിൽ അടുത്ത ടോപ്പിക്കും കൂടെ എടുത്ത ലെങ്തി വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കും. നമ്മളിന്ന് ഇൻട്രോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയണം എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദെയർ ഇൻ യുവർ മൈൻഡ്. വാട്ട് ഈസ് ദറ്റ് സബ്ജക്റ്റ്, അല്ല അത് എന്താണ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 2 പോയിന്റ് നമുക്ക് മനസ്സിലായാൽ ഏതൊരു ടോപ്പിക്കും ഇതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ ഇത് ഇതിനെക്കുറിച്ചിട്ടുള്ളതാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. സോ വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻറ്റു. അപ്പോൾ ആദ്യം നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യം അബൌട്ട് കെമിസ്ട്രി, ദ ഒറിജിൻ ഓഫ്, അതായത് കെമിസ്ട്രീൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത് the compounds are mainly classified into 2 types, that is organic and inorganic chemistry. അതായത് കോമ്പൗണ്ട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. വൺ ഇസ് നോൺ ആസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ ആസ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക്, ഇത് പണ്ടത്തെ ഡെഫിനേഷനാണ് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ഓർഗാനിക് കോമ്പൗണ്ട്സ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട്സ് വിച്ച് വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. ദാറ്റ് മീൻസ് ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് പറഞ്ഞു, ഓർഗാനിക് കമ്പൗണ്ട്സ് ഉണ്ട്. ഇൻഓർഗാനിക് കമ്പൗണ്ട്സ് എന്തായിരിക്കും? ദ സബ്സ്റ്റൻസ് ഓർ ദി കോമ്പൗണ്ട്സ് വിച്ച് വി ഗെറ്റ് ഫ്രം മിനറൽസ്. അതായത് നമുക്കറിയാം മിനറൽസ് എന്താണ്, എർത്ത് ക്രസ്റ്റിലുള്ള സബ്സ്റ്റൻസസ് അല്ലേ. മിനറൽസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിനറൽസിൽ നിന്ന് കിട്ടുന്ന കോമ്പൗണ്ട്സിന് അവർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നും, ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസിന് അവർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇതൊക്കെ എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന കോമ്പൗണ്ട്സ് നമ്മൾ ഓർഗാനിക് എന്നും, ഇൻഓർഗാനിക് അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള മിനറൽസ് എന്നൊക്കെ കിട്ടുന്ന കോമ്പൗണ്ട്സിനെ എന്താണ് നമ്മൾ ഇൻഓർഗാനിക് എന്നും പറഞ്ഞു. അപ്പം അന്നത്തെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് ദീസ് ഓൾ പോയിന്റ്സ് ആർ ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ടാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയണത്. ദെയർ വാസ് എ ബിലീഫ് ദാറ്റ് എന്തോ ഒരു വൈറ്റൽ, ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട് ലിവിങ് ഓർഗാനിസത്തിന്. അതുകൊണ്ടാണ് അവർ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വൈറ്റൽ ഫോഴ്സ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിലില്ല, അതുകൊണ്ട് ദി കാൻ പ്രൊഡ്യൂസ് ദിസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അന്നത്തെ ഒരു ബിലീഫാണ്. ഓൾമോസ്റ്റ് 1809 ബെർസീലിയസ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് സയൻറ്റിസ്റ്റ്, he proposed vital force theory. According to his theory, organic compounds are produced in living organism because of the presence of a vital force. അവരുടെ കയ്യിൽ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഓർഗാനിക് കമ്പൗണ്ട്സിനെ ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആര് പറഞ്ഞു? ബെർസീലിയസ് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു ബിലീഫ്. അതായത് ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുള്ളൂ, അല്ലാതെ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ലബോറട്ടറിയിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അന്നുണ്ടായിരുന്ന ഒരു ബിലീഫാണ്. ബട്ട് ആ ബിലീഫിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ വന്നു. ദാറ്റ് തിയറി വാസ് ഡിക്ലൈൻ. ഈ ഒരു വൈറ്റൽ ഫോഴ്സ് തിയറി വാസ് ഡിക്ലൈൻ ഇൻ 1828 ബൈ ഫ്രെഡറിച്ച് വോളർ. ആരാണ്? ഫ്രെഡറിച്ച് വോളർ എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഹീ പ്രിപ്പയർഡ്
organic compound in the laboratory using an inorganic compound. അല്ലേ, ഭയങ്കര സംഭവം അല്ലേ. അത്രയും കാലം എന്തായിരുന്നു ബിലീഫ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്, അവർക്ക് മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഹൂ കെയിം? ഫ്രെഡറിച്ച് വോളർ എന്ത് പ്രൊഡ്യൂസ് ചെയ്ത്? ഹീ പ്രൊഡ്യൂസ്ഡ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദി ലബോറട്ടറി യൂസിങ് ആൻ ഇൻഓർഗാനിക് കോമ്പൗണ്ട്. അതായത് ജീവനില്ലാത്ത ഒരു ഇൻഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു ഓർഗാനിക് കോമ്പൗണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു പ്രൊഡ്യൂസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദ ലബോറട്ടറി? ഫ്രെഡറിച്ച് വോളർ. What was that organic compound, or what was the starting material for the production of organic compound? ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. So we told that the Friedrich Wöhler was the person who produced an organic compound in the laboratory from an inorganic compound. Which was that organic compound? He produced urea. Urea is an organic compound which is present in our urine. നമ്മളെ യൂറിനിലൊക്കെ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ. അദ്ദേഹം he produced that in his laboratory by using an inorganic compound, that is ammonium cyanide. Very important oh, കാണുമ്പോൾ സിമ്പിളായി തോന്നും. which was the starting material for the preparation of urea in the laboratory? Ammonium cyanide, which was the first organic compound which was synthesized in the laboratory, that was urea. So ഇത് ആരാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഫ്രെഡറിച്ച് വോളർ. So Friedrich Wöhler prepared ammonium cyanide. He prepared urea from ammonium cyanide. ഇതായിരുന്നു ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പം നമ്മുടെ ബെർസീലിയസ് പറഞ്ഞ വൈറ്റൽ ഫോഴ്സ് തിയറി ഡിക്ലൈൻ ആയി. എന്താണ്? he proposed that organic compounds can only be produced from living things because of the vital force എന്നൊക്കെ പറഞ്ഞു. But he told that no, we can prepare organic compound in the laboratory from an inorganic compound. അങ്ങനെ അദ്ദേഹം അത് പ്രിപ്പയർ ചെയ്തു. അടുത്ത ആളിതാ വരുന്ന ഹെർമൻ കോൾബ് എന്ന് പറഞ്ഞ another scientist. He prepared acetic acid. Acetic acid is an organic compound which was produced from living organism. പക്ഷെ അദ്ദേഹം എന്ത് പ്രൊഡ്യൂസ് ചെയ്ത്? അസറ്റിക് ആസിഡ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തു. സോ പിന്നെയും സയൻറ്റിസ്റ്റുകൾ ഓർഗാനിക് കമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ലബോറട്ടറിയിൽ ഫ്രം ഇൻഓർഗാനിക് കോമ്പൗണ്ട്. അറ്റ് പ്രസൻറ്റ് majority of organic compounds can be prepared in the laboratory from inorganic compound. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ we can prepare almost all the organic compounds in the laboratory. അപ്പം ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഡെഫിനിഷൻ മാറിയില്ലേ? ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ? അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ലെവോയ്സർ, കെക്കുലെ, ബെർത്തലോട്ട് അങ്ങനത്തെ കുറേ സയൻറ്റിസ്റ്റ് വർക്ക് ഓഫ് ലെവോയ്സർ, കെക്കുലെ ആൻഡ് കോഡ് and Berthelot showed continuously that organic compounds are essentially compounds formed by carbon. Essentially compounds formed with carbon, with other carbon atom or other elements, and that they can be synthesized in the laboratory from an inorganic compound. ഇതായിരുന്നു ലെവോയ്സർ, കോൾ, കെക്കുലെ, ബെർത്തലോട്ട് ഒക്കെ പറഞ്ഞിരുന്നത്. അതായത് ഓർഗാനിക് compounds are essential compounds that contain carbon. Carbon മാത്രമല്ലോ, carbon linked with other carbon atom or with other elements which can be synthesized in the laboratory from an inorganic compound. ഇങ്ങനെ പറഞ്ഞപ്പോൾ വലുതായി തോന്നി? ഒന്നുമില്ല. ഒന്നുകൂടെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ organic compounds are the derivatives of hydrocarbons. ഹൈഡ്രോകാർബണിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. നിങ്ങൾക്കറിയാം ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ അല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇത് ഹൈഡ്രോ കാർബൺസ് മാത്രമല്ല, ഹൈഡ്രോ കാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. കാർബൺ ഉണ്ടാവും, എന്തായാലും കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. Sometimes it may contain other elements like nitrogen, sulfur, phosphorus. ഇതേപോലെയുള്ള അതർ എലിമെൻസും കാർബണായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അവർ പറഞ്ഞൊരു പല ഡെഫിനിഷൻസിലും വരുന്നത്. സോ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഹൈഡ്രോ കാർബൺസ് ആൻഡ് ദിയർ ഡെറിവേറ്റീവ്സ്. ഹൈഡ്രോ കാർബൺ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഹൈഡ്രജന് പകരം അവിടെ ക്ലോറിനോ സൾഫറോ നൈട്രജനോ ഫോസ്ഫറസ് ഒക്കെ വരുന്ന കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് പറഞ്ഞു? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന്. അപ്പോൾ വിചാരിക്കും എല്ലാ കാർബൺ ഉള്ള കോമ്പൗണ്ട്സും ഓർഗാനിക് ആണോ?
അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒറ്റയടിക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആർ കോൾഡ് ആസ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ആർ മെനി കോമ്പൗണ്ട്സ് ദോ ദേ കണ്ടെയ്ൻ കാർബൺ, ദേ ആർ ഇൻഓർഗാനിക്. അപ്പം ഇതും ക്വസ്റ്റ്യന് ചോദിക്കാം. ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് വിച്ച് ഹാവിങ് കാർബണുള്ള എല്ലാ എലിമെൻറ്റ്സും ഒരിക്കലും വിചാരിക്കരുത് അവരെന്താണ് ഓർഗാനിക് അല്ല. ബട്ട് ദർ ആർ സം എക്സെപ്ഷൻ ലൈക്ക് carbon dioxide, carbon monoxide, then sodium bicarbonate. These all are inorganic compound. ഇവരൊക്കെ ഇനോർഗാനിക്, though they contain കാർബൺ ആണെങ്കിൽ പോലും ദേ ആർ കോൾഡ് ആസ് ഇനോർഗാനിക്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത് എന്തുകൊണ്ട് അങ്ങനെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. വൈ ദേ ആർ കോൾഡ് ആസ് ഇനോർഗാനിക് കോമ്പൗണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഡെപ്തിൽ പോയാൽ ഈ ടോപ്പിക് അവിടെ നിൽക്കും. സോ ദർ ആർ മെനി കാർബൺ കോമ്പൗണ്ട്സ് വിച്ച് ആർ കോൾഡ് ആസ് ഇൻഓർഗാനിക്. So what are organic chemistry? Organic chemistry is a branch of chemistry which deals with the study of hydrocarbon and their derivatives. Hydrocarbon and their derivative. Next question. Are all the compounds having carbon organic? Justify. എല്ലാ കാർബൺ കണ്ടെയ്ൻ ചെയ്ത കോമ്പൗണ്ട്സ് ഓർഗാനിക്? No. There are many compounds which though they contain carbon, they are not organic. Example, carbon dioxide, carbon monoxide, sodium bicarbonate, then carbon tetrachloride. These are some of the examples in which though they are having carbon but they are not organic. മനസ്സിലായോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയേണ്ട കാര്യം. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഞാൻ ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണത് അല്ലേ? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലേണിംഗ് ദിസ് ഓർഗാനിക് കെമിസ്ട്രി? നിങ്ങളെ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കൂ. നിങ്ങളുടെ നെയിൽസ്, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ബോഡിയിൽ എല്ലായിടത്തും കാർബൺ ഉണ്ട്. കാർബൺ ഇസ് യു ആർ എൻഗൾഫ് ബൈ കാർബൺ കോമ്പൗണ്ട്. നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി എൻഗൾഫ് ചെയ്തിരിക്കുന്നത്, അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കാർബൺ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇറ്റ്സ് എ കാർബൺ കോമ്പൗണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഈ പെണ്ണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ എല്ലാത്തിലും കാർബൺ ഉണ്ട്. കാർബൺ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. So we can say that carbon is a very important element. So we should learn more on carbon. അല്ലേ? എന്തിനാ ഇത് പഠിക്കുന്നത്? അപ്പോഴും നിങ്ങൾ എന്തിനാ ഇത് പഠിക്കുന്നത്? ബിക്കോസ് വെൻ വി നോ മോർ ഓൺ ദിസ്, എന്നാലേ നമുക്ക് ഭാവിയിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓർഗാനിക് കെമിസ്ട്രി ഈസ് എ വൈ. ഇനി നിങ്ങൾ എടുക്കുന്ന മെഡിസിൻ, നിങ്ങൾ കിച്ചണിൽ ഉണ്ടാക്കുമ്പോൾ ഓരോ ഫുഡ് മെറ്റ് എവിടെ നോക്കിയാലും കാർബൺ ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ലേൺ കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓർഗാനിക് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ താരമാരാണ്? ഹൂ ഇസ് ദ ഹീറോ ഓഫ് ദിസ്? ദാറ്റ് ഈസ് കാർബൺ. സോ വി ഷുഡ് ലേൺ മോർ ഓൺ ദിസ് കാർബൺ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കാർബണെ പറ്റി പഠിക്കുകയാണ്. കാർബണിൻ്റെ ഫസ്റ്റ് പഠിക്കാനുള്ളൊരു കാര്യമാണ് ടെട്രാവാലൻസി ഓഫ് കാർബൺ. ഇതന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ടെട്രാവാലൻസി ഓഫ് കാർബൺ. അപ്പോൾ നമ്മൾ ആദ്യം കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ അറിയണം. കാർബണിൻ്റെ ആറ്റോമിക് നമ്പറാണ് 6. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ 1s2 2s2 2p2 അല്ലേ? ഇതിൽ ഔട്ടർമോസ്റ്റ്, ഇതിൽ എത്ര ഷെല്ലുണ്ട്? 1 ഷെൽ 2 ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെൽ ഏതാ? ഇതല്ലേ അല്ലേ? ഇത് ന്യൂക്ലിയസ്, ഇത് ഫസ്റ്റ് സെൽ, സെക്കൻഡ് സെൽ. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺ. ഇനി എന്താണ് ഏത് എലിമെൻറ്റിനും എന്തിനുള്ള ടെൻഡൻസിയാണ്? ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതാട്ടോ. യു ഹാവ് ലേൺഡ് ഇൻ യുവർ ഗ്രേഡ് 10 ആൻഡ് ഓൾ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഓൾ ദ എലിമെൻറ്റ്സ് ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? ഇൻ ഓർഡർ ടു attain 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഏത് എലിമെൻറ്റിനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തിനാണ്? ബിക്കോസ് ദേ ഹാവ് ടു attain 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു attain 8 ഇലക്ട്രോൺ. ഇതിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? 8 ഇലക്ട്രോൺ ആവാൻ. 8 ഇലക്ട്രോൺ ആവണമെങ്കിൽ either it should get 4 more ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ കൂടെ കിട്ടണം. അല്ലെങ്കിൽ ഇതിന് 4 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാലും ഇത് സ്റ്റേബിൾ. ഈ 4 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലാകെ ഒരു ഷെല്ലേ ഉണ്ടാവുള്ളൂ ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഗിവ് 4 ഇലക്ട്രോൺ ഓർ ടു ആക്സെപ്റ്റ് 4 ഇലക്ട്രോൺ. ഒന്നെങ്കിൽ ആ 4 ഇലക്ട്രോണിനെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 4 ഇലക്ട്രോണിനെ കിട്ടാൻ. ബട്ട് കാർബൺ എന്താ വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഓർ ടേക്കിംഗ് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫോം കോവാലന്റ് ബോണ്ട്. എന്തിനുള്ള ടെൻഡൻസിയാണ് കാർബൺ ഉള്ളതെന്നറിയോ? ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫോം കോവാലന്റ് ബോണ്ട്. എന്താ കോവാലന്റ് ബോണ്ട്? പഠിച്ചിട്ടുണ്ടല്ലോ, മ്യൂച്വൽ ഷെയറിങ് അല്ലേ? ഇതിൻ്റെ കയ്യിൽ 4 ഇലക്ട്രോൺ. വേറൊരു ഫ്രണ്ടിനോട് പറയും, വാ നിൻ്റെ 4 ഇലക്ട്രോൺ എനിക്കിതാ, എൻ്റെ 4 ഇലക്ട്രോൺ നിനക്കും തരാം, നമുക്കത് ഷെയർ ചെയ്യാം.
So it will be forming covalent bond. So one of the peculiar character of this carbon element is that it can form stable covalent bond with other elements. അതിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? ഇറ്റ് ക്യാൻ ഫോം സ്റ്റേബിൾ കോവലന്റ് compounds with other element, and that covalent bonding is very strong. എക്സ്ട്രാ സ്റ്റേബിൾ ആണ് കാർബൺ ഫോം ചെയ്യുന്ന ഓരോ കോമ്പൗണ്ട്സും. ഇപ്പം എന്താണ് ടെട്രാ വാലൻസി എന്ന് പറഞ്ഞാൽ ടെട്രാ വാലൻസി 4, അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഗീവ് 4 ഇലക്ട്രോൺ ഓർ ടു ആക്സെപ്റ്റ് 4 ഇലക്ട്രോൺ. ബട്ട് മെജോറിറ്റി കേസസ് കാർബൺ ഫോംസ് കോവാലന്റ് ബോണ്ട്. What is covalent bond? It will form bonding by mutual sharing of electron and it form stable covalent bond. ഇനി കാർബണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, കാർബൺ ക്യാൻ ഫോം കോവലന്റ് ബോണ്ട് ഓർ ഇറ്റ് വിൽ ഫോം കോമ്പൗണ്ട്സ് വിത്ത് അതർ കാർബൺ ആറ്റം. അത് വേറെ കാർബൺ ആറ്റവുമായിട്ട് അത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ടിങ് തന്നെ ഈ കാർബൺ ടു ഫോം സ്റ്റേബിൾ ബോണ്ട്സ് വിത്ത് അതർ കാർബൺ ആറ്റം. ബാക്കി ഒരു എലിമെൻറ്റ് നിങ്ങൾ ഏത് എലിമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിൾ എടുത്താലും ഇതേപോലെയുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും. കാർബണിന് തന്നെ കാർബണുമായിട്ട് സെൽഫ് ലിങ്ക് ചെയ്തിട്ട് ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റിനേഷൻ. എന്താണ് പറയുന്നത്? കാറ്റിനേഷൻ. കാർബൺ ഹാസ് എ ടെൻഡൻസി ടു ഫോം stable compounds with other carbon atom. Carbon has a tendency to form stable compounds with other carbon atom, and that property is known as catenation. ഈ ഒരു catenation property കാർബണെ പോലെ വേറെ ഒരു എലിമെൻസിനും കാണിക്കാൻ പറ്റില്ല. കാരണം കാർബണിന് ഇതിന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് വിൽ ഫോം റിംഗ് കോമ്പൗണ്ട്സ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ആൽക്കീൻ ആൽക്കീൻ ആൽക്കൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കാർബണിൻ്റെ മെജോറിറ്റി വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ക്യാൻ ബി ഫോം ബൈ ദ സെൽഫ് ലിങ്കിങ്. വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്സിജനൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നൈട്രജൻ ഇതേപോലെ ലിങ്ക് ചെയ്തിട്ട് നൈട്രജൻ നോ, വി ഹാവ് നെവർ സീൻ സച്ച് എ കോമ്പൗണ്ട്. സോ കാർബൺ ഹാസ് എ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് സെൽഫ് ലിങ്കിങ് ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് കാറ്റിനേഷൻ. അപ്പോൾ എന്താണ് കാറ്റിനേഷൻ? ദ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു ഫോം ലാർജ് വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട്, ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ഇസ് നോൺ ആസ് കാറ്റിനേഷൻ. ഇത്രയെന്ന് പഠിക്കാനുള്ളൂ. പിന്നെ എന്താ എടുത്തിരിക്കണേ? വാട്ട് ഈസ് മെൻ ബൈ ഓർഗാനിക് കെമിസ്ട്രി, വാട്ട് ഈസ് മെൻ ബൈ ഇൻഓർഗാനിക് കമ്പൗണ്ട്സ് ആൻഡ് വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി. പിന്നെ എന്താണ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ കാറ്റിനേഷൻ എന്താ, ടെട്രാ വാലൻസി. ഇനി നിങ്ങളോട് ചോദിക്കുക 2 മാർക്കിന് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ടെട്രാ വാലൻസി നേച്ചർ ഓഫ് കാർബൺ. അപ്പോൾ എന്തെഴുതണം? Carbon, the atomic number of carbon is 6, the number of electrons in the outermost shell is 4, and the carbon has a tendency, all the elements have a tendency to attain 8 electrons in the outermost shell. Since carbon is having 4 electrons in the outermost shell, it should either lose or gain electron. Hence, the majority of the carbon will form a covalent bond with other elements to form or to have 8 electrons in the outermost shell. ഇത്ര എഴുതിയാൽ മതി. ഷോർട്ട് നോട്ട് അല്ലേ, കാര്യം പറഞ്ഞു. ഇനി അടുത്ത what is meant by catenation. Catenation means the self-linking property of an element is known as catenation. Carbon shows catenation. It can link with other carbon atom and it can form large varieties of compounds. Simple അല്ലേ? ഇനി ഇത്ര എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ബുക്കും പെന്നും ഒക്കെ ആയിട്ട് നല്ല കുട്ടികളായിട്ട് വന്നിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്, ദ ഷേപ്പ് ഓഫ് കാർബൺ കോമ്പൗണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് ലെസണിൽ പഠിച്ചുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോളൂ. ഓക്കെ, താങ്ക്